ഞാൻ ശ്രീലാലിനോട് ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ എക്സിറ്റ് പോളിനൊക്കെ അപ്പുറം യഥാർത്ഥ ജനവിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിൽ ഈ ജെൻസി അതുപോലെ സ്ത്രീ വോട്ടർമാർ ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ നിർണായകമായ ഘടകങ്ങളാണ്. നേരത്തെ അദ്വൈത് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയമായും വോട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ രൂപപ്പെടുന്ന ഒരു കാലത്ത് ഈ രണ്ട് വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണോ? അവരുടെ വിധിയെഴുത്ത് അതെവിടേക്ക് എന്നുള്ളത്. തീർച്ചയായും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ, ഈ പറയുന്ന സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഈ UDF മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അവിടെയാണ് ഈ പറയുന്ന അയ്യപ്പൻ്റെ സ്വർണം മോഷണം ഇത്തരം കടത്തി എന്നുള്ള വലിയ പ്രചാരണമെല്ലാം ഉണ്ടായത്. അതേസമയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലേക്ക് കടക്കാൻ കഴിയാതെ പോയത് അത് ജൻസികൾ നേരത്തെ തന്നെ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നേരത്തെ തന്നെ അവരുടെ ഒരു ഇഫേർട്ട് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം നിലയ്ക്കുള്ള ഒരു ആയാണ് തുടങ്ങിയത്. അവർ ഈ പറയുന്ന നമ്മുടെ വികസനം, പാലങ്ങൾ, അതോടൊപ്പം തന്നെ റോഡുകൾ, ഈ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം അവരുടെ കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായി ഈ ജെൻസിയിലേക്ക് സോഷ്യൽ മീഡിയ വഴി വളരെ നേരത്തെ തന്നെ എത്തി എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ചർച്ചകളെല്ലാം ജെൻസികളടക്കമുള്ളവർ വികസനത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്തവണയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല ഭാഗത്തും പോറ്റിയെ കയറ്റിയ പാട്ടെല്ലാം പാടി. പക്ഷേ ആ പാട്ട് പാടിയെങ്കിലും പാട്ട് കേൾപ്പിച്ചെങ്കിലും അതങ്ങോട്ട് ക്ലിക്കാവാതെ പോകാനുള്ള കാരണം ഈ പറയുന്ന വികസനത്തെക്കുറിച്ച് ജൻസികൾക്കിടയിലേക്ക് വലിയ തോതിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗവും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിനെ അവരിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് ജൻസിയിലേക്ക് എത്തിയത് പ്രധാനമായും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. ഏതായാലും തെളിയുന്നൊരു പ്രധാനപ്പെട്ട ചിത്രം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നുള്ളത് വോട്ട് ചെയ്ത ഏപ്രിൽ 9 വോട്ട് ചെയ്ത വോട്ടർമാരുടെ മനസ്സ് ശരിയായി മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ വോട്ടർമാരുടെ മനസ്സ് എന്താണ്? നാളെ തൊട്ട് വീണ്ടും മുഖ്യമന്ത്രി ചർച്ച സജീവമാകും. അല്ല, ഞാനത് പറയാൻ വരികയായിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പോര് 9 മുൻപ് നടത്തിയിരുന്നെങ്കിൽ 10 വർഷമായില്ലേ, ഭരണം മാറട്ടെ എന്ന് ചിന്താഗതിയോടെ ജീവിച്ച നിഷ്കളങ്കരായ മനുഷ്യർക്ക് മാറി ചിന്തിക്കേണ്ടതായി വന്നേനെ. അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി കബളിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരെ, വോട്ട് കുത്തുന്നത് വരെ, ആ ബാലറ്റ് EVM-ൽ ബട്ടൺ അമർത്തുന്നത് വരെ ഒളിപ്പിച്ചു വെക്കുന്ന ഈ പോരുകൾ മെല്ലെ പുറത്തെടുക്കുക. ഒരുപക്ഷെ അതിന് മുമ്പായിരുന്നെങ്കിൽ 10 വർഷമായില്ലേ, ഭരണം മാറട്ടെ എന്ന് പറഞ്ഞവർക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഏപ്രിൽ 9 വോട്ട് ചെയ്ത വോട്ടർമാരുടെ മനസ്സ് മനസ്സിലാക്കിയ എക്സിറ്റ് പോൾ ആണോ ഇത് എന്ന ചോദ്യം, ആ സംശയം, ആ ചോദ്യം ചെയ്യൽ വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വലിയ പ്രബല വിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ എക്സിറ്റ് പോളുകൾ ആ വിധം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിനപ്പുറമാണ് കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൂടിയുണ്ട്. അതിന് നിരവധിയായ ഘടകങ്ങളുണ്ട്. അതിൻ്റെ പല ഘടകങ്ങളും നമ്മുടെ ഈ ആലോചനകളിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം വരും ദിവസങ്ങൾക്കുമപ്പുറം മെയ് 4 യഥാർത്ഥത്തിൽ തെളിയേണ്ടതാണ്, കൃത്യമായി ബോധ്യപ്പെടേണ്ടതാണ്. വരാനിരിക്കുന്നു. ഇനി ഏതായാലും കുറച്ച് സമയം മാത്രം ബാക്കി. എക്സിറ്റ് പോളുകൾക്ക് ആയുസ് അത്ര മാത്രമേ ഉള്ളൂ എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതുവരെയുള്ള എക്സിറ്റ് പോളുകളിൽ വന്ന വിവരങ്ങളൊക്കെയാണ് പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചത്. അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു തരത്തിലുള്ള ആധികാരികതയും ഇല്ല എന്നുകൂടി പറയട്ടെ. വലിയ തോതിൽ പരാജയപ്പെട്ട എക്സിറ്റ് പോളുകളുടെ ആ അനുഭവങ്ങൾ തന്നെയാണ് എക്സിറ്റ് പോളുകൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും അധികം വരുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുതരുന്നു, ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് സാഹചര്യം.